റാണിപുരത്തേക്ക് എല്ലാവരും പോയിട്ടുണ്ട്. മാടത്തുമല എന്ന പേരിൽ അറിഞ്ഞിരുന്ന റാണിപുരത്തിൻ്റെ ആരും കാണാത്ത കാഴ്ചകളിലേക്കും അറിയാത്ത കഥകളിലേക്കും ആരും പോകാത്ത വഴികളിലൂടെ നമുക്കൊന്ന് പോയാലോ? അതിന് ചില കാര്യങ്ങൾ അറിയണം. കാസർഗോഡ് പനത്തടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മാടത്തുമല പിന്നീട് കുടിയേറ്റക്കാരുടെ വരവോടുകൂടി റാണിപുരം എന്ന് പേര് മാറ്റി. ഇവിടുത്തെ പഴമക്കാർക്ക് ഇന്നും ഇത് മാടത്തുമലയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1049 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൻ്റെ ഊട്ടി എന്നാണ് ഇവിടം അറിയുന്നത്. എത്രയൊക്കെ ആധുനികവൽക്കരിച്ചാലും ഇന്നും എന്നും ഈ നാടിനെ സംരക്ഷിക്കുന്നത് മാടത്തുമലയിലെ ശിവപാർവതിയും ഗണപതിയുമാണെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നു. റാണിപുരത്ത് കുന്നിൻ മുകളിൽ നടക്കുന്ന ഏറ്റവും പ്രധാന ചടങ്ങാണ് ഗിരിപൂജ. പ്രകൃതിയെയും മലകളെയും ആരാധിക്കുന്ന ഈ ചടങ്ങ് എല്ലാ വർഷവും മീനമാസത്തിൽ നടക്കുന്നു. ഉത്സവത്തിന് പിറ്റേ ദിവസം, അതായത് ഏപ്രിൽ 7-ാം തീയതി, റാണിപുരത്തെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള മണിമലയിൽ വെച്ചാണ് ഈ പൂജ നടക്കുന്നത്. മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും വളരെ പണ്ടുകാലം തൊട്ടേ ഈ പൂജ ചെയ്തു വന്നിരുന്നു. ഇനി ഈ പൂജയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പേ കേരളത്തിലെ വീരഭദ്രൻ്റെ കൂടി പ്രതിഷ്ഠയുള്ള മഹാദേവ ക്ഷേത്രമായിട്ടുള്ള പെരുതടി ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചൊന്ന് അറിയണം. മാടത്തുമലയോട് ചേർന്ന് നിബിഡ വനത്തോടും പുൽമേടുകളോടും കൂടിയ ഗിരിശൃംഗത്തിൽ പണ്ട് കാലത്ത് ഒരു പാർവതീ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അവിടെ ഒരു യോഗീശ്വരനായ ബ്രാഹ്മണൻ തപസ്സനുഷ്ഠിച്ചുവെന്നും പറയുന്നു. ഒരു ദിവസം ഈ ബ്രാഹ്മണൻ ഒരു സ്വപ്നം കണ്ടു. പാണത്തൂരിനടുത്ത് ചന്ദ്രഗിരി പുഴയുടെ കൈവഴിയായ പവിത്രം കയത്തിൽ ഒരു ശിവലിംഗമുണ്ട്. അത് ഗിരിമുകളിലെ പാർവതീദേവിയുടെ ക്ഷേത്രത്തിനരികിൽ സ്ഥാപിക്കണം. ശിവലിംഗത്തിന്റെ സ്ഥാനം കണ്ടെത്താൻ അരിയും പൂവും വെള്ളത്തിലിടണം. എവിടെയാണോ ശിവലിംഗമുള്ളത് അവിടെ അരി പൊങ്ങിക്കിടക്കുകയും പൂക്കൾ ശിവലിംഗത്തിലേക്ക് ചേർന്ന് കിടക്കുകയും ചെയ്യും. ഞെട്ടിയുണർന്ന ആ ബ്രാഹ്മണൻ രാവിലെ കുളിച്ച് അരിയും പൂവുമായി ഒരു സഹായിയെയും കൂട്ടി പവിത്രം കയത്തിലേക്ക് എത്തി. സ്വപ്നത്തിൽ പറഞ്ഞ പോലെ പൂവും അരിയും വെള്ളത്തിലിട്ടു. അരി കയത്തിന്റെ മധ്യഭാഗത്തേക്ക് പോയി പൊങ്ങിക്കിടന്നു. പൂവ് പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകാൻ തുടങ്ങി. പൂവ് താഴ്ന്നതിനനുസരിച്ച് ബ്രാഹ്മണൻ വെള്ളത്തിലേക്ക് താഴ്ന്നു. കുറേ നേരം കാത്തുനിന്ന് വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിയ ബ്രാഹ്മണനെ കാണാതെ സഹായി അവിടെ നിന്നും മടങ്ങി. എന്നാൽ 12-ാം നാൾ വെള്ളത്തിലേക്ക് മുങ്ങിയ ആ ബ്രാഹ്മണൻ വലിയൊരു ശിവലിംഗവുമായി പുറത്തേക്ക് വന്നു. അയാൾ ഗിരിശൃംഗം ലക്ഷ്യമാക്കി നടന്നു. വളരെ ദൂരം പിന്നിട്ടപ്പോൾ ബ്രാഹ്മണന് വല്ലാത്തൊരു മൂത്രശങ്ക വന്നു. കയ്യിലെ ശിവലിംഗം അശുദ്ധമാക്കരുതെന്നോർത്ത് യാദൃശ്ചികമായി അവിടെ കണ്ട ഒരു ബാലനെ വിഗ്രഹം പിടിക്കാൻ ഏൽപ്പിച്ചു. താൻ 3 തവണ വിളിക്കുമ്പോഴേക്കും തിരികെ എത്തണമെന്ന് ബാലൻ ബ്രാഹ്മണനോട് പറഞ്ഞു. ശിവലിംഗം ഏൽപ്പിച്ച് അയാൾ പോയപ്പോൾ തന്നെ ബാലൻ 3 തവണ ബ്രാഹ്മണനെ വിളിച്ചു. പോയ ആൾ തിരികെ വരാതായപ്പോൾ ആ ബാലൻ വിഗ്രഹം അവിടെ കടപുഴകി വീണ മരത്തിൽ വെച്ചു. അവിടെ നിന്നും പോയി. ബ്രാഹ്മണൻ തിരികെ വന്നപ്പോൾ കണ്ടത് മരത്തിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ശിവലിംഗമായിരുന്നു. അയാൾ പല വിധത്തിലും ആ വിഗ്രഹം ഉയർത്താൻ ശ്രമിച്ചു. ഒടുക്കം പെരുന്തടിയ എന്ന് വിളിച്ചുകൊണ്ട് ശിവലിംഗത്തെ ശക്തിയായി അടിച്ചു. അങ്ങനെ ഉറച്ചു നിന്ന ആ ശിവലിംഗം പിൽക്കാലത്ത് പെരുതടിയപ്പനായി ഈ നാടിന് കാവലാളായി നിൽക്കുന്നു. അന്ന് ബ്രാഹ്മണൻ അടിച്ച ആ ശിവലിംഗത്തിലെ വിള്ളലിന് ഇന്നും പൂജാവേളയിൽ ചന്ദനം നിറയ്ക്കുന്നുണ്ട്. അന്ന് വനത്തിൽ ശിവലിംഗം പിടിച്ച ബാലൻ സാക്ഷാൽ വനശാസ്താവുമായിരുന്നു. 9-ാം നാടിന്റെ അധിപനായി വാഴുന്ന പെരുതടിയപ്പനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങൾക്കും ഞാൻ അനുഗ്രഹം വാങ്ങാനെത്തുന്നത് ഈ പെരുതടിയപ്പൻ്റെ മുമ്പിലാണ്. ശിവഭഗവാന്റെ ഏറ്റവും രൗദ്രഭാവമായിട്ടുള്ള വീരഭദ്രനെ കൂടാതെ മഹാവിഷ്ണു, വനശാസ്താവ്, വെങ്കിട്ടരാമൻ, ഭഗവതി, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ഈ അമ്പലത്തിൽ സ്ഥാനമുണ്ട്. തുളുച്ചേരി ഇടപ്രഭുക്കന്മാരെ തുടർന്ന് നീലേശ്വരം തെക്കേക്കോവിലകൻ രാജാക്കന്മാരും ഈ ക്ഷേത്രഭരണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രദേശവാസികൾ ഈ ക്ഷേത്രം ഏറ്റെടുത്ത് സകല ഐശ്വര്യത്തോടും പ്രൗഢിയോടും കൂടി തന്നെ ക്ഷേത്രത്തെ പരിപാലിക്കുന്നു. ഇനി നമുക്ക് ഗിരിപൂജയിലേക്ക് പോകാം. രാവിലെ കുളിച്ച് അമ്പലത്തിലേക്ക് പോയാൽ അവിടെ നിന്നും പ്രാർത്ഥിച്ച് പ്രസാദവും വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചായയുണ്ട്. നല്ല ഉപ്മാവും ചായയും, കൂടാതെ അവിടുത്തെ പ്രത്യേക രുചിയുള്ള ഒരു മാങ്ങ അച്ചാറും. ഇനി ഗിരിപൂജക്കായിട്ട് പോകുന്നവരെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കണം. അരിമണികൾ നടയിലിട്ട് പ്രത്യേക പ്രാർത്ഥനയോടുകൂടി മണിക്കൂറുകളോളം നീളുന്ന ഗിരിപൂജയിലേക്കുള്ള യാത്ര തുടങ്ങും. തിരുനടയിൽ അരിമണികൾ വിതറിയാൽ പിന്നെ 3 തവണ ശിവക്ഷേത്രം പ്രദക്ഷിണം വെക്കണം. പെരുതടി അമ്പലത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ശാന്തതയും ഈ പ്രകൃതി മനോഹാരിതയും കൊണ്ട് മാത്രമാണ് ഈ അമ്പലത്തിലേക്ക് എന്നെ പിന്നെയും പിന്നെയും അടുപ്പിക്കുന്നത്. വളരെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത്. അല്പദൂരം റോഡിലെ നടന്നിട്ട് വേണം എസ്റ്റേറ്റ് വഴി കാട്ടിലേക്ക് കയറാൻ. ഹരിഗോവിന്ദനെ ഭജിച്ചുകൊണ്ടാണ് മുന്നിലെ പൂജാരിയും സംഘങ്ങളും നടന്നു നീങ്ങുന്നത്. അതിനു പിറകിൽ തന്നെ നമ്മളുമുണ്ട്. ഈ വരുന്നവരെല്ലാവരും ഒരേ മനസ്സും ഒരേ ആഗ്രഹവുമായിട്ടാണ് ഈ മല കയറാൻ വരുന്നതെങ്കിൽ പോലും ഇതിലെ പകുതിയിൽ കുറവ് ആൾക്കാർ മാത്രമേ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ. അല്പദൂരം റോഡിൽ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് എസ്റ്റേറ്റ് വഴി വേണം കാട്ടിലേക്ക് കയറാൻ. ആനിമേഷൻ മൂവിയിൽ കാണുന്ന കാടിൻ്റെ ഭംഗി ജീവിതത്തിലും ആസ്വദിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. പുതുവഴികൾ കണ്ടുപിടിച്ച് കാടുകൾ വെട്ടി ശബ്ദമുണ്ടാക്കാതെ വേണം വനത്തിനുള്ളിലേക്ക് കയറാൻ.
അങ്ങനെ കയറുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കാഴ്ചകൾ കാണും. എത്രയൊക്കെ സ്ത്രീകൾ ഉണ്ടെന്ന് പറഞ്ഞാലും വിരലിൽ എണ്ണാവുന്ന അത്രയും സ്ത്രീകൾ മാത്രമേ ഈ ഒരു ദൗത്യത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എൻ്റെ അനിയത്തിക്കുട്ടിയും എൻ്റെ ഒരു അനിയനും വന്നു. ഈ തൂങ്ങിയാടുന്ന സാധനം കണ്ടോ? ഇത് കാറ്റിലിങ്ങനെ ആടിക്കൊണ്ട് ശബ്ദമുണ്ടായിക്കൊണ്ടേയിരിക്കും. ആനകളെ വിരട്ടി ഓടിക്കാനാണിതെന്നാണ് അവർ പറഞ്ഞത്. ഈ കാണുന്ന മനോഹര ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാട്ടോ. ഇതുവരെ നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല. മുന്നിൽ കാണുന്ന ആനപ്പിണ്ടം കണ്ടൊന്ന് ഭയന്നെങ്കിലും ധൈര്യം സംഭരിച്ച് മുന്നോട്ട് തന്നെ. ഭഗവാൻ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഈ യാത്ര നമ്മൾ തുടങ്ങിയത്. വഴിമധ്യേ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ലെന്ന് പോയവരും മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നവരും പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശ്വാസമുണ്ട് ഈ യാത്ര നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന്. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈ യാത്ര പൂർത്തീകരിക്കാൻ എനിക്കും ഇവരെ പോലെ ആരോഗ്യം തരണേന്ന്. കാട്ടിലേക്കുള്ള കവാടം കടന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയുന്നില്ല. എന്തോ കേൾക്കാത്ത ശബ്ദങ്ങളും പരിചയമില്ലാത്ത ഗന്ധങ്ങളും. ഞാൻ ആകെ ഒന്ന് പേടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗിരിപൂജയ്ക്കായിട്ട് ആദ്യം മുമ്പിൽ പോയ പൂജാരിയും സംഘവും വളരെ ദൂരത്തെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അവരുടെ പ്രാർത്ഥനയൊന്നും ഇപ്പം നമുക്ക് കേൾക്കാനില്ല. പോകുന്ന വഴികളിലൊക്കെ നമ്മൾ പുതിയ പുതിയ ഓരോ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇതൊക്കെ എസ്റ്റേറ്റ് വഴി തന്നെയാണ്. കാട്ടിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കാട്ടിലേക്ക് കടന്നാൽ പിന്നെ നല്ല ഇരുട്ടായിരിക്കുമെന്ന് മുന്നേ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇരുട്ടിലേക്ക് എത്താനുള്ള വേഗത നമ്മളും കൂട്ടി. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് റാണിപുരത്ത് കാണുന്ന ഏറ്റവും വലിയ വില്ലനെ കേട്ടോ. ഇതാണ് അട്ട. ഇത് ശരീരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടിച്ച ആൾക്കാർ പോലും അറിയില്ല. അവസാനം ചോര വാർന്നൊലിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വിരുദ്ധം കടിച്ചിട്ട് പോയ കാര്യം മനസ്സിലാക്കുന്നത് തന്നെ. ഇനി മുന്നോട്ട് പോകുന്തോറും ഈ കാടിൻ്റെ നിറം മങ്ങി തുടങ്ങുകയാണ്. നല്ല വെളിച്ചം ഉണ്ടായിരുന്ന കാട്ടിൽ ഇരുട്ട് കയറി തുടങ്ങി. അതായത് ഇടതൂർന്ന വനത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകാനാവില്ല. ഇനി യാത്രാ സംഘങ്ങളെല്ലാവരും ഒന്നിച്ചു വേണം യാത്ര ചെയ്യാൻ. ഒരുപക്ഷെ നമുക്ക് മുമ്പിലേക്ക് കാടിളക്കിക്കൊണ്ട് ആനക്കൂട്ടം വരാൻ ചാൻസ് ഉണ്ട്. അതിന് തെളിവ് തന്നിട്ടാണ് അവർ പോയിട്ടുള്ളത്. മുന്നിലുള്ള കുളങ്ങൾ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. അവരുടെ കുളിയും തേവാരവും കഴിഞ്ഞ് ദാ ഇപ്പം അങ്ങോട്ട് കാട്ടിലേക്ക് കയറിയതേയുള്ളൂ. നേരത്തെ പറഞ്ഞ കാട്ടിലെ വില്ലൻ നമ്മളെ കൂട്ടത്തിലെ ഒരാളെ ആക്രമിച്ചു. അവസാനം നമ്മളുടെ സംഘത്തിലെ എല്ലാവരെയും നമുക്ക് കിട്ടി. ഇനി മുന്നോട്ടുള്ള യാത്ര ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ദുർഘടമായ പാതയിലൂടെ വേണം ഇനി യാത്ര ചെയ്യാൻ. മുന്നിൽ കാണുന്ന കാടുകളിലും വള്ളികളിലും ഒന്നും പിടിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. വഴി തെറ്റിയാൽ പിന്നെ ഒരുപക്ഷെ കണ്ടുകിട്ടാൻ പോലും ബുദ്ധിമുട്ടുള്ള സ്ഥലം. കൂടെ വന്നവരിൽ പലരും യാത്ര പകുതിക്ക് വച്ചു നിർത്തി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ യാത്ര പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. നമുക്കിനി യാത്ര മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നി തുടങ്ങുമ്പോൾ അവിടെ ഇരിക്കണം. അവിടെ നിന്നും ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാലുകൾ ഇടറാം. നമുക്ക് ഈ യാത്ര പൂർത്തീകരിക്കാൻ കഴിഞ്ഞെന്നും വരില്ല. ചരിഞ്ഞു വീണ വലിയ മരങ്ങൾക്ക് മുകളിലൂടെ ചാടിത്തുള്ളിയും കല്ലുകൾ തട്ടി മാറ്റിയും കാടുകൾ വെട്ടിത്തെളിച്ചും വേണം മുന്നോട്ടേക്ക് പോകാൻ. ഒരുപക്ഷെ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ഈ ഓരോ വഴികളും നമ്മൾ പുതുതായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ചെങ്കുത്തായ മലകൾ കയറുമ്പോൾ ഒന്ന് പിറകോട്ട് നോക്കാൻ പോലും ഞാൻ ഭയന്നു. ചിലപ്പോൾ നമ്മളൊന്ന് തെന്നി വീണാൽ പിറകിലുള്ളവർക്ക് പോലും അത് ബുദ്ധിമുട്ടാകും. അത്തരത്തിലുള്ള കയറ്റമായിരുന്നു ഇനിയുള്ള യാത്ര. പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ഒരു മരത്തിൻ്റെ വേരുകൾ പല രീതിയിലാണ് വളർന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ഒരാൾ കൈകൊണ്ട് മരത്തെ താങ്ങി പിടിച്ചതുപോലെ എനിക്ക് തോന്നി. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇത് തോന്നിയത് കൊണ്ട് തന്നെ പലരും ഇത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്കൊപ്പം എത്തിയവരെല്ലാവരും എനിക്ക് മുന്നേ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്ക് നടക്കാൻ ഒരു വടിയുടെ സഹായം ഇപ്പോൾ അത്യാവശ്യമായി വന്നു. ഇനി ഈ യാത്ര പൂർത്തീകരിക്കാൻ എന്തൊക്കെ വേണമെന്ന് എനിക്കറിയില്ല. കൂടെ പഠിച്ചവരൊക്കെ ഓരോ മലമുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിട്ടോ. വനത്തിൽ നിന്നും ഇനി പുൽത്തകിടിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രയാണ് ഏറ്റവും ദുർഘടം. പുല്ലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെരുപ്പ് സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് മുന്നേ പോയവർ വിളിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ നല്ല വെയിലും. ഈ വെയിലത്ത് നമുക്ക് നടക്കാൻ തന്നെ നല്ല പ്രയാസമുണ്ട്. ഗിരിപൂജയ്ക്കുള്ള സാധനവുമായിട്ട് പൂജാരിയും സംഘവും മലമുകളിൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവർക്കൊപ്പം എത്താൻ സാധിക്കുന്നില്ല.
മലയ്ക്ക് മുകളിലേക്ക് കയറും തോറും ശക്തിയായ കാറ്റ് വീശുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് നിന്ന് കുറേ ഫോട്ടോസ് എടുക്കാൻ നമ്മൾ മറന്നില്ല കേട്ടോ. ദാ ഈ സ്ഥലത്ത് നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. എത്ര മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് നോക്കി. എത്ര തന്നെ കഷ്ടത നിറഞ്ഞ യാത്രയായിരുന്നാൽ പോലും ഈ യാത്ര പൂർത്തീകരിക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ കൂടെ വന്നവരാണ്. നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള വായു കിട്ടുന്നത് വനത്തിനുള്ളിലായിരിക്കും. ആ വനത്തിനും മുകളിലുള്ള കുന്നിൻ മുകളിൽ കിട്ടുന്ന വായു എത്രത്തോളം ശുദ്ധമായിരിക്കും. കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഗിരിപൂജയ്ക്കുള്ള പ്രാർത്ഥനകൾ ആരംഭിച്ചു. ആദ്യം മലയിടുപ്പിലെ ഗുഹയിൽ ഗണപതി പൂജ, പിന്നെ മലമുകളിൽ മണിമലയിലിരുന്ന് ശിവനെയും പാർവതിയെയും പ്രാർത്ഥിക്കുന്നു. ഗണപതി പൂജയ്ക്കായി ഗുഹയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, എന്നാലും പൂജ നന്നായി കാണാൻ കഴിയും. ഇവിടെ ഇത്രയും വലിയൊരു ഗുഹയുണ്ടെന്ന കാര്യം ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. വെയിലിൽ ചുട്ടുപൊള്ളുന്ന മലമുകളിലെ ഈ ഗുഹ ശരിക്കും എനിക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു തോന്നിയത്. ഗിരിമുകളിൽ എത്തിപ്പെട്ടാൽ എന്തോ ശരീരത്തിനും മനസ്സിനും ഭാരമില്ലാത്തതുപോലെ തോന്നിപ്പോകും. മണിക്കൂറുകൾ നീണ്ട യാത്ര. പൂജയുടെ പ്രസാദവും ഫോറസ്റ്റ് ഓഫീസുകാർ നൽകുന്ന ജ്യൂസും കഴിച്ചപ്പോൾ വിശപ്പും ദാഹവും തീർന്നു. അലസമായി കല്ലുകൾ അടുക്കിപ്പെറുക്കി വെച്ച് പ്രകൃതി നിർമ്മിച്ച മനോഹരമായൊരു ഗുഹ. ഇവിടേക്ക് പണ്ട് കാലം മുതൽക്കേ പൂജയ്ക്കായി ആളുകൾ വരുമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു അതിശയം തോന്നി. സാധാരണ കാണുന്ന ഗുഹ പോലെയല്ല, വളരെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് പ്രധാന പൂജകൾ നടക്കുന്നത്. ഗണപതി പൂജ ഗുഹയിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും മലമുകളിലേക്ക് കയറണം. മണിമലയിലാണ് പാർവതി ശിവഭഗവാനെ പൂജിക്കുന്നത്. അങ്ങനെയുള്ള യാത്രയാണ് ഏറ്റവും അപകടം. ഒരു കാൽ മാത്രം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വഴികൾ. സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദേവനെ ഭജിക്കുക എന്നത് വല്ലാത്തൊരു ആത്മീയ ഭാവമായി പോവും. എന്നിരുന്നാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വർഗത്തിലാണ്, ഭൂമിയിലെ സ്വർഗത്തിൽ. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ ചടങ്ങ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടാൻ സാധിച്ചത് ഞാൻ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനി ഈ മലമുകളിൽ ഗിരിപൂജയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു 4 വയസ്സുകാരി എത്തിയിരിക്കുന്നു. എല്ലാവർക്കും അതിശയമായിരുന്നു കേട്ടോ. ഈ കുട്ടിയെ ഞാനിതാ ഈ അവസാന നിമിഷമാണ് കണ്ടതുപോലും. മലയിറങ്ങാൻ ഇവിടെ 2 വഴികളാണുള്ളത്. ഒന്ന്, നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന കാട്ടുവഴി. വെട്ടിത്തെളിച്ച് വന്ന ആ കാട്ടുവഴിയിലൂടെ വേണം ഇനിയും യാത്ര തിരിക്കാൻ. അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ റാണിപുരത്തേക്ക് വരുന്നൊരു വഴിയുണ്ട്. അത് എല്ലാവരും സ്ഥിരം വരുന്ന വഴിയാണ്. എന്നാൽ നമ്മൾ ചൂസ് ചെയ്തത് ആദ്യത്തെ വഴി. നമ്മൾ ഏത് വഴിയാണോ വന്നത് ആ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. കൂടെ വന്ന പലരും വഴിമധ്യേ വിശ്രമിക്കുകയാണ്. യാത്ര പൂർത്തീകരിക്കാനാവാത്ത പലരുമുണ്ട് കൂട്ടത്തിൽ. അവരൊക്കെ പല വഴികളിലായി ഇരിക്കുന്നുണ്ട്. ചെയ്ത പാപങ്ങളെല്ലാം തീർന്നെന്ന് പൂർണ്ണ ബോധ്യം വന്നു. ഇനി മലയിറക്കം. നേടിയെടുക്കാൻ കുറേ സ്വപ്നങ്ങളും പുതിയ പുതിയ തീരുമാനങ്ങളും ആഗ്രഹങ്ങളുമായാണ് ഞാൻ ഈ മലയിറങ്ങുന്നത്. മാടത്തുമല എനിക്ക് തന്നത് മഹേശ്വരൻ്റെ അകമഴിഞ്ഞ അനുഗ്രഹമാണ്. താഴേക്കുള്ള ഓരോ ചുവടുവെപ്പിലും എനിക്ക് വല്ലാത്തൊരു എനർജി വന്നതുപോലെ തോന്നുന്നു. നമ്മളിപ്പോൾ ഏകദേശം താഴെ എത്തി. ഇനിയും പോകാനുണ്ട്. എത്ര ഒരു 3 കിലോമീറ്റർ ഉണ്ടാവില്ല നടക്കാൻ. ഒരു 3 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്താലോ? കാടിൻ്റെ ശബ്ദവും മനോഹാരിതയും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ ശിവക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. പെരുതടി ക്ഷേത്രത്തിലെ അതിസ്വാദിഷ്ടമായ അന്നദാനത്തിന് ശേഷം ഇന്ന് ഈ യാത്രയിൽ പങ്കുചേർന്ന കുറച്ച് ആൾക്കാരോട് അവരുടെ അനുഭവം ഒന്ന് ചോദിച്ചാൽ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴും പോകുന്ന റൂട്ടല്ല, അടുത്ത പ്രാവശ്യം പോകണ്ടേ. നല്ലതായിരുന്നു. അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വഴിയിലൂടെ പോകാൻ പറ്റിയല്ലോ. അതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിൽ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. ഭയങ്കര ചെങ്കുത്തായ കയറ്റായിരുന്നില്ലേ? അത് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അപ്പം എന്താ പ്രാർത്ഥിച്ചുകൊണ്ട് കയറിയ? ഈ വിശേഷങ്ങൾ പറയണം. ഓക്കെ ഓക്കെ. ശബരിമലയിൽ നമ്മൾ നോർമൽ പമ്പയെന്ന് പോകുമ്പോൾ ഉള്ള വഴിയുടെ കാര്യമല്ല പറയുന്നത്. നമ്മളെ കാട്ടുവഴിയുണ്ട്. അതായത് നമ്മുടെ അയ്യപ്പന്റെ തിരുവാഭരണം കൊണ്ടുവന്നൊരു വേറൊരു വഴിയുണ്ട്. അത് നമ്മൾ എരിമേലി പോയിട്ട് പേട്ട തുള്ളിയിട്ട് ഇതേപോലെ എസ്റ്റേറ്റിനകത്ത് അവിടെയാണ് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ കാര്യം. അത് എല്ലായിടത്തും ഇല്ല. ഈ കരിമലയിൽ 7-8 ഒരു തട്ടം എന്ന് പറയുന്നത് അവിടെ മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. പല ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്ന് അനുഗ്രഹം വാങ്ങിക്കുന്ന ഗിരിപൂജയുടെ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും കാഴ്ചകളും ജീവിതാവസാനം വരെ എനിക്കൊപ്പമുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.